വിഷ്ണു കമലനോട് പറയുകയാണ്, പോയി വിളിച്ചോണ്ട് വാടാ ആന്റപ്പനെ, എന്നിട്ട് ചോദിക്ക് പലിശ തരാൻ എന്താ ഇത്ര മടിയെന്ന്. ചോദിക്കാം ആശാനെ, ചോദിക്കാം. ഇക്കയും ദാസപ്പനും കൂടി വരുമ്പോൾ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് അവൻ ക്ഷണിച്ചങ്ങിരുത്തും. എന്തേലും എക്സ്ക്യൂസ് പറഞ്ഞ് വിടുകയും ചെയ്യും. അതാണ് ഇന്ന് ആശാനെയും കൂട്ടി വന്നത്. എനിക്കും അത് മനസ്സിലായടാ. ഇന്ന് നമുക്കിതങ്ങ് പൊളിച്ചടുക്കാം. ഒരു ഒച്ചയും ബഹളവും കണ്ടിട്ടും കേട്ടിട്ടും കുറച്ചു നാളായില്ലേടാ. ഇന്ന് അവന്റെ ഇവിടത്തെ സ്ഥാപക ജംബക വസ്തുക്കളൊക്കെ എടുത്തിട്ട് ഈ സ്വിമ്മിംഗ് പൂൾ അങ്ങ് മൂടണം. എന്നിട്ട് അവന്റെ അമ്മായിയപ്പൻ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത് എനിക്കൊന്ന് കാണണം. ശാലിനി അർജുനോട് പറയുകയാണ്, അയാള് കടയും വീടും ഒഴിപ്പിക്കാൻ കുറെ കൊട്ടേഷൻകാരെ അയച്ചില്ലേ? സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് വിട്ട് കളയരുതെന്നും കേസാക്കണമെന്നും എനിക്ക് തോന്നിയത്. കാശ് കൊടുക്കുന്നവന്റെ കാല് നക്കി മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നവന്റെ അങ്ങനെയുള്ളവരുടെ ഗുണ്ടകളില്ലേ, അതിൽ ചിലവന്മാരാണ് എന്റെ അമ്മയെ പിടിച്ച് തള്ളിയത്. കേസ് കൊടുക്കുന്നത് അവന്മാർക്ക് കൂടി ശിക്ഷ കിട്ടാനാണ്. അർജുൻ പറയുകയാണ്, അവന്മാരെ നമുക്ക് എണ്ണിച്ചു കളയാം. താൻ കോഫി കുടിക്ക്. അവിടെ എത്തുന്ന വിഷ്ണു കമലിനോട് പറയുകയാണ്, എന്നാൽ നീ പോയിട്ട് അയാളെ അന്വേഷിക്ക്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. മുന്നോട്ട് നടക്കുന്ന കമലൻ കാണുന്നത് ശാലിനിയും അർജുനെയുമാണ്. വിഷ്ണുവിന്റെ അടുത്ത് ഓടി വന്നിട്ട് കമലൻ പറയുകയാണ്, ആശാനെ ദേ അങ്ങോട്ട് നോക്കിയേ. എന്താടാ? ശാലിനിയെ കണ്ട് ആകാംക്ഷയോടുകൂടി എഴുന്നേൽക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയോട് സംസാരിക്കുന്ന ഗോപാലകൃഷ്ണനെയാണ്. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ. സത്യമാണ് ശാരദയെ ഞാൻ ഈ പറയുന്നത്. നിന്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സ്ഥിതിക്ക് എന്റെ ഭാഗത്തു നിന്നും നീ അത് പ്രതീക്ഷിക്കരുത്. പറഞ്ഞതെല്ലാം ഞാൻ പിൻവലിക്കുന്നു. ഇനി നടത്താനല്ല, ഇവളുടെ കല്യാണം മുടക്കാൻ മാത്രമാണ് ഞാൻ ഇനി മുന്നിൽ നിൽക്കുന്നത്. ഗോപാലേട്ടാന്ന് ശാരദ വിളിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഗോപാലകൃഷ്ണൻ തന്നെ. അത് കേട്ട് ചിരിക്കുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇവളുടെ കല്യാണം ഞാൻ നടത്തുന്നില്ല. തന്ത ഉപേക്ഷിച്ചു പോയ പെൺകുട്ടിയെ താലി കെട്ടാൻ കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്നും ഒരുത്തനും വരില്ല. വന്നാൽ തന്നെ ജനിപ്പിച്ചവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അവനൊരു അന്വേഷണം നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാൽ അവൻ വന്ന് നിൽക്കുന്നത് ഈ പടിക്കലായിരിക്കും, എന്നെ അന്വേഷിച്ച്. അങ്ങനെ അവൻ വന്ന് നിൽക്കുമ്പോൾ കുടുംബശ്രീ ഹോട്ടൽ ഉടമസ്ഥ ശാരദയും 3 മക്കളെയും എനിക്കറിയില്ലാന്ന് ഞാൻ പറഞ്ഞാൽ എന്താകും അവസ്ഥ ശാരദേ? കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് അമ്മ മാത്രം പറഞ്ഞാൽ പോരാ, ഒരു പുരുഷൻ അത് സമ്മതിക്കുക കൂടി വേണം. എന്നാലേ ആ സ്ത്രീയെ സമൂഹം ബഹുമാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്കുള്ള വിളിപ്പേര് മറ്റൊന്നായിരിക്കും. ജയിക്കാനേ ഗോപാലകൃഷ്ണൻ എന്ത് ചീഞ്ഞ കളിയും കളിക്കും ശാരദേ. ഇനി അതൊന്നും വേണ്ട, ഒരു കോംപ്രമൈസിൽ പോകാം എന്ന് കരുതിയാൽ ഞാനും രാജേശ്വരിയും കൂടി നിന്റെ അടുത്തേക്ക് വന്നത്. നിനക്കാലോചിക്കാൻ സമയവും തന്നു. പിന്നെയും നിന്റെ ഭാഗത്ത് ഒരയവും ഇല്ല എന്ന് വന്നാൽ ഞാനും മാറി ചിന്തിക്കും ശാരദേ. അന്നേരം ആലോചിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. ഇവളുടെയും മറ്റു പിള്ളേരുടെയും കല്യാണം ഞാൻ നടത്തണോ അതോ മുടക്കണമോ? അത് നീ തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് തൽക്കാലം നീ ഇത് പിടിക്കുകയെന്നും പറഞ്ഞ് പൈസ കൊടുക്കുകയാണ് വീണ്ടും ഗോപാലകൃഷ്ണൻ. ഇക്കാര്യത്തിൽ ഇനി നമുക്കിടയിൽ ഒരു തർക്കം ഇനി വേണ്ട. ഒപ്പിട്ടിട്ട് നീ തിരിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, വേണ്ട വേണ്ട, ഇടിക്ക് ശാരദ എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിൽ ബലമായി ഏൽപ്പിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. എനിക്ക് വേണ്ട ഗോപാലേട്ട എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. ഇത് വേണ്ട ഗോപാലേട്ട എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നതല്ലേ, ഇത് പിടിക്കുന്നേ. ആ കവർ ശാരദാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ഇനി നിന്റെ പ്രശ്നം എന്താണ്, പറയ്. ശാലിനി, അവള് സമ്മതിക്കില്ല ഇത്. ഇതെന്ത് നാട്ടു നടപ്പാണ് ശാരദ നീ ഈ പറയുന്നത്? വീട്ടിലെ പിള്ളേരാണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അതെ അതെ, ഞാനെങ്ങും കേട്ടിട്ടില്ല ഈ മക്കൾ ഭരണം. കേട്ടല്ലോ ശാരദേ, നിന്റെ മകൾ ശാലിനിക്ക് വിവരമില്ല. അവൾ വിചാരിച്ചാലേ ഈ പെണ്ണിന്റെ കല്യാണം നടത്താൻ പറ്റുമോ എന്ന് ശാരികയെ ചൂണ്ടി ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. കല്യാണത്തിന് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അവൾക്ക്? പെണ്ണിനെ കൈപിടിച്ചു കൊടുക്കാൻ കതിർ മണ്ഡപത്തിൽ അവൾ കയറി നിന്നാൽ മതിയോ? കാര്യങ്ങൾ നീ തന്നെ പറഞ്ഞേ കേൾക്കട്ടെ. രാജേശ്വരി പറയുകയാണ്, അവർക്ക് വേണമെങ്കിൽ മതി ഗോപാലേട്ട. നിങ്ങൾ ഈ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ, ഇനി മതിയാക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോകുന്നു. വാടാന്നും പറഞ്ഞ് ബാലചന്ദ്രനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് രാജേശ്വരി. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാരദേ നോക്ക്, ഉപേക്ഷിച്ചു പോരേണ്ടി വന്നു എന്ന് കരുതി എന്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് വാത്സല്യം ഇല്ല എന്ന് നീ കരുതേണ്ട. അവരെന്റെ ചോരയാണ്. ഞാൻ കരഞ്ഞു കാലു പിടിച്ചാണ് 10 ലക്ഷമെങ്കിലും തരാൻ രാജേശ്വരിയെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അന്നേരം ഗോപാലകൃഷ്ണനെ ഒരു പുച്ഛഭാവത്തോടു കൂടി നോക്കുകയാണ് ശാരദാമ്മ. അല്ലെങ്കിൽ അതും കൂടി തരാതെ അവള് നിന്നെയും പിള്ളേരെയും പെരുവഴിയിൽ ഇറക്കി വിട്ടേനെ. അവൾക്ക് കണ്ണിൽ ചോരയില്ല എന്ന് നിനക്കറിയാമല്ലോ. സ്ഥലം എന്റെ പേരിലാണെങ്കിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ടി വരും. അത് കാണാനുള്ള കരുത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം നീ ഇതുകൊണ്ട് പോ ശാരദേ. ശാലിനിയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുക. അത്രയും പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് കയറി ഓടുകയാണ് ഗോപാലകൃഷ്ണൻ.
തന്നെ നിസ്സഹായരായി അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ശാരദാമ്മയും ശാരികയും. അവർ പോയ ശേഷം വാതിൽക്കൽ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും ബാലചന്ദ്രനും അവർ പോയോ എന്നുള്ളത്. അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന ഗോപാലകൃഷ്ണനോട് രാജേശ്വരി ചോദിക്കുകയായിരുന്നു, എന്തായിരുന്നു നിങ്ങൾക്ക് അവരോടൊരു കിന്നാരം? ബാലചന്ദ്രൻ പറയുകയാണ്, അതൊക്കെ അളിയന്റെ ഒരു അഭിനയമായിരുന്നില്ലേ ചേച്ചി? സിനിമയിലൊക്കെ പോയാൽ ഓസ്കാർ വരെ കിട്ടേണ്ട ആളല്ലേ? ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ പിടിച്ചു കുലുക്കുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരി പറയുകയാണ്, മനസ്സിലായി, അഭിനയം തകർത്തു. നവരസങ്ങളങ്ങ് വാരി വിതറുകയല്ലായിരുന്നോ? പക്ഷേ ആ 10 ലക്ഷം എന്തിനാണ് അവൾക്ക് കൊടുത്തുവിട്ടത്? മുദ്രപത്രം മാത്രം കൊടുത്താൽ പോരായിരുന്നോ? 10 പൈസ കൊടുത്തില്ലേലും അതിൽ ഒപ്പിടുന്ന അവസ്ഥയിലാണ് അവൾ എന്നാണ് എനിക്ക് തോന്നിയത്. ശരിയാ രാജേശ്വരി, ഇങ്ങോട്ട് വന്ന ശാരദയല്ല തിരിച്ചു പോകുന്നത്. മനസ്സുകൊണ്ട് അവൾ ആകെ തകർന്നു. നമുക്ക് വേണമെങ്കിൽ പണം കൊടുക്കാതിരിക്കാമായിരുന്നു. പക്ഷേ 10 ലക്ഷം കൊടുത്തുവിട്ടതിൽ വേറൊരു ഉദ്ദേശം ഉണ്ട് രാജേശ്വരി. നവരസങ്ങളല്ലേ നീ കണ്ടിട്ടുള്ളൂ. ഇനി നീ കാണാൻ പോകുന്നത് ഗോപാലകൃഷ്ണന്റെ വേറൊരു മുഖമാണ്. അതിന് അളിയൻ വേണം എന്നെ സഹായിക്കാൻ എന്ന് പറയുകയാണ് ബാലചന്ദ്രനോട്. വീണ്ടും കാണിക്കുന്നത് കോഫി ഷോപ്പാണ്. അവിടെ അർജുനും ശാലിനിയും ഇരിക്കുകയാണ്. വെയിറ്റർ വന്ന് കമലനോടും വിഷ്ണുവിനോടും പറയുകയാണ്, ആന്റപ്പൻ സാറ് ഇരിക്കാൻ പറഞ്ഞു നിങ്ങളോട്, എന്താണ് കഴിക്കാൻ വേണ്ടത്? കോഫി, സ്നാക്സ്, ഐസ്ക്രീം എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് കമലൻ പറയുകയാണ്, നിന്റെ പപ്സും ബനാനയും സമൂസയും ഒക്കെ അവിടെ തന്നെ വച്ചേക്കണം. ഇന്ന് കാശും കൊണ്ടേ ഞങ്ങൾ പോകൂ. നേരെ വിഷ്ണു പറയുകയാണ്, ഏയ് വിട്ടേക്കടാ. വിട്ടേക്കാനോ? ഇന്നിവിടെ കാശിന്റെ കാര്യം ആരും സംസാരിക്കുന്നില്ല. ഇന്നത്തെ പിരിവ് ക്യാൻസൽ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് വിഷ്ണു. അന്നേരം വെയിറ്റർ പറയുകയാണ്, ആന്റപ്പൻ സാർ ഇപ്പോ കാശുമായി വരും, മുതലും പലിശയും എല്ലാം ചേർത്ത്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, ഇവൻ ഇത് ഏതടാ? കമലൻ കൈ ചൂണ്ടി പറയുകയാണ്, നിന്നോടല്ലേ കാശിന്റെ കാര്യം മിണ്ടരുതെന്ന് പറഞ്ഞത്? അതെപ്പോ പറഞ്ഞു? പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. മേലാൽ മുന്നിൽ കണ്ടുപോകരുത്, പോടാ എന്ന് പറഞ്ഞു വിടുകയാണ് വെയിറ്ററെ കമലൻ. ശാലിനിയും അർജുനും ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടുപുറകിൽ വന്നിരിക്കുകയാണ് കമലനും വിഷ്ണുവും. വിഷ്ണു പറയുന്നു, എടാ ഇത് അർജുനാണല്ലോ. അതെ ആശാനെ, ആശാന്റെ അളിയൻ അർജുനാണ്. ഇവര് തമ്മിൽ എന്താ ബന്ധം? അന്നേരം കമലൻ പറയാണ്, അത് ഇവര് ഈ പ്രീതിമോളുടെ കൂട്ടുകാരിയല്ലേ ശാലിനിയെടുത്തി, അപ്പോ ആ ഒരു അടുപ്പമുണ്ടായിരിക്കും. ഞാൻ നോക്കിയിട്ടെ ആശാനിപ്പോ എളുപ്പത്തിലൊരു റൂട്ട് തെളിഞ്ഞു കിട്ടിയിരിക്കുകയാണ് എന്നേ ഞാൻ പറയൂ. ശാലിനിയെടുത്തിയുമായി അർജുനളിയന് നല്ല ബന്ധമാണെങ്കിൽ ആശാന്റെ കാര്യം അവതരിപ്പിക്കാൻ എളുപ്പമായില്ലേ? വീണ്ടും വെയിറ്റർ വന്ന് വിഷ്ണുവിനോടും കമലിനോടും ചോദിക്കുകയാണ്, എന്താ കഴിക്കാൻ വേണ്ടത്? ടീ, കോഫി എന്നൊക്കെ പറയുകയാണ്. 1 മിനിറ്റ് വന്നേ എന്നും പറഞ്ഞ് കമലൻ ആ വെയിറ്ററെയും കൂട്ടി പോയിട്ട് പറയണം, മോനുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം ആ വെയിറ്ററുടെ ചെവിയിൽ നല്ല ചീത്ത പറയുകയാണ് കമലൻ. കമലൻ പറയണം, ഹോ, ഇപ്പോഴാണ് ഒരാശ്വാസമായത്. അന്നേരം വെയിറ്റർ പറയണം, എന്തെല്ലാം പുതിയ തെറികളാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ മൊത്തം അപ്ഡേറ്റഡ് ആയി, ഇനി വേണം ഒന്നുപോയി കുളിക്കാൻ എന്ന് പറഞ്ഞു പോവുകയാണ് ആ വെയിറ്റർ. കമലം വന്ന് വിഷ്ണുവിന്റെ അടുത്ത് പറയാണ്, അവനെ കൊണ്ടിന് ശല്യം ഉണ്ടാവില്ല. ആശാൻ പറയ്, എന്ത് തീരുമാനിച്ചു? ഇതിനുള്ളിലെ നമുക്കങ്ങ് ചങ്കുപടിയാക്കിയാലോ? എടാ അതൊന്നും ശരിയാകില്ല. അതെന്താ ശരിയാവാത്തത്? എടാ അർജുനും ഞാനും തമ്മിൽ ഇപ്പോ നല്ല രസത്തിലല്ല. നിനക്കറിഞ്ഞൂടെ പ്രീതിയുടെ വിഷയം? ആ അതറിയാം. സത്യാമ്മയ്ക്കും ആശാനും അർജുനോട് പിണക്കമുണ്ടായിരിക്കും എന്ന് കരുതി പ്രീതി മോൾക്ക് അങ്ങനെ ഉണ്ടോ ആശാനെ? ഉണ്ടാകാതെ പിന്നെ. പ്രീതിക്ക് അവനോട് പിണക്കമില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ഈ ആശാനിത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പൂജ നടത്തുമ്പോൾ അവര് മാറി നിന്ന് കമ്മലും കിമ്മലും ഒക്കെ മാറി നിന്ന് കൊടുക്കാനായിട്ട് നിൽക്കുമോ? എന്റെ ആശാനെ, അവർക്ക് 2 പേർക്കും ഒന്നിച്ച് ജീവിക്കണമെന്ന് നല്ല ആശയുണ്ട്. സത്യാമ്മയെ പേടിച്ച് പ്രീതിമോള് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആശാൻ ഇനിയെങ്കിലും പ്രണയിക്കുന്നവരുടെ മനസ്സൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം പ്ലീസ് എന്ന് പറയുകയാണ് കമലൻ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അത് ആശാൻ ആദ്യം പ്രീതിമോളുടെയും അർജുനളിയന്റെയും ട്രാക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോ അർജുനളിയൻ ആശാന്റെയും ശാലിനിയുടെയും ട്രാക്ക് തിരിച്ച് ക്ലിയർ ചെയ്ത് തരും. ഒരു പരസ്പര സഹായ സഹകരണ സംഘം. എന്തു പറയുന്നു ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, അല്ല അപ്പൊ പിന്നെ? അത് അപ്പൊ പിന്നെ അല്ല, നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ എന്ന് ചോദിക്കുകയാണ് കമലൻ. അത് നമുക്ക് ആലോചിക്കാം. നീ ഇപ്പോൾ അവര് തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്ക്, ചെല്ലെന്ന് പറഞ്ഞ് കമലനെ പറഞ്ഞു വിടുകയാണ് വിഷ്ണു. കമലൻ ഫോൺ ചെയ്യുന്ന രീതിയിൽ അവരുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. ശാലിനി പറയുകയാണ്, ഇന്നീ നിമിഷം വരെ വീട്ടിലൊരാൾക്കും ഈ കാര്യം അറിയില്ല അർജുനേട്ടാ. ആരും അറിയാതെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം. അന്നേരം വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് കമലൻ. ആ പറയടാ ആശാനെ, ഇത് അത് തന്നെയാണ്. എന്ത്? ആശാനുമായിട്ടുള്ള പ്രേമം ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഏട്ടത്തി അർജുനളിയനോട് പറയുന്നത്. ലഡാ അതിപ്പോൾ എന്ന് പറയുമ്പോൾ കമലൻ പറയണം, ആശാനെ ഒരു മിനിറ്റ്. വീണ്ടും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയാണ് കമലൻ. ഇപ്പോ അർജുനേട്ടൻ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഹെൽപ്പിന്. ഏട്ടൻ തന്നെ ഇപ്പോ ഇതിനൊരു തീർപ്പുണ്ടാക്കി തരണം, അല്ലെങ്കിൽ എന്റെ ഈ നീക്കത്തിന് ഒരർത്ഥവും ഇല്ലാതായി പോവും. ചോദിക്കുന്നത്, എടാ എന്താ അവര് പറയുന്നത്? എന്താ നീ ഒന്നും മിണ്ടാത്തത്?
മിണ്ടാത്തതല്ല, കേൾക്കുന്നതാണ്. അതായത് അർജുൻ അളിയൻ ഇടപെട്ട് നിങ്ങൾ രണ്ടാളുടെയും കല്യാണം നടത്തണമെന്നാണ് ആ കുട്ടിയുടെ ആവശ്യം. എന്റെ ആശാനെ വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വിഷ്ണു പറയണ. അയ്യോടാ, എനിക്കും തോന്നി. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലേ സംസാരം, പിന്നല്ലാതെ. ആ കുട്ടി ആശാനെയും കൊണ്ട് മലക്കൂ, അത് 100% ഉറപ്പ് തന്നെയാണ്. അർജുൻ പറയാണ്, ശാലിനി ഇതിലൊന്ന് ഒപ്പിട്ടെ. ഒപ്പിട്ട് കൊടുത്ത ശേഷം ശാലിനി പറയാണ്, എന്നാ പിന്നെ ശരി അർജുനേട്ടാ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, പിന്നെ കാണാം. ഓക്കെ ശരി, ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൈകൊടുത്ത് പിരിയുകയാണ്. ശാലിനി പോയ ശേഷം കമലം പറയുകയാണ്, ആശാനെ ചെല്ലങ്ങോട്ട്. അന്നേരം അർജുന്റെ അടുത്തേക്ക് പോവുകയാണ് വിഷ്ണു. എഴുന്നേൽക്കുന്ന അർജുൻ വിഷ്ണുവിനെ കാണുകയാണ്. വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അർജുൻ എന്താ ഇവിടെ? ഞാനൊരു കക്ഷിയായിട്ടുള്ള മീറ്റിംഗിന് വന്നതാണ്. അപ്പോ ഇവിടെ ഇരുന്നിട്ട് പോയത് അർജുന്റെ കക്ഷിയാണോ? അതെ, ഒരു സൈൻ ഇടാൻ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയ ശേഷം തിരിഞ്ഞു നിന്ന് അർജുൻ പറയുകയാണ്, വിഷ്ണു ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രീതിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം. പറയാമെന്ന് തലയാട്ടുകയാണ് വിഷ്ണു. എന്താശാനെ എന്തു പറ്റിയെന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, എടാ നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ. ശാലിനി അർജുന്റെ ഒരു കക്ഷിയാണെന്നാണ് പറയുന്നത്. ആശാനെ, അതിന് ആശാൻ എന്തിനാ നിരാശപ്പെടുന്നത്? ഈ കേസ് ഏതാണെന്ന് ഇനിയും മനസ്സിലായില്ല അല്ലേ? ആശാന്റെയും ശാലിനിയടത്തിയുടെയും പ്രേമം തന്നെ. അതൊന്ന് സോൾവ് ആക്കി കൊടുക്കണമെന്നാണ് ശാലിനിയടത്തി അർജുൻ അളിയനോട് പറഞ്ഞത്. ആയിരിക്കുമല്ലേ? ആയിരിക്കുമെന്നല്ല, ആണ്. ആശാൻ എന്നങ്ങ് ഉറപ്പിച്ചോ, നിങ്ങൾ രണ്ടാളും പൊളിക്കും. അല്ല ആശാനെ, പ്രീതിമോളുടെ കാര്യമെന്താ അർജുൻ അളിയൻ ചോദിച്ചത്? എനിക്കങ്ങ് തീരെ കേൾക്കാൻ പറ്റിയില്ല. അത് അവളോട് അന്വേഷണം അറിയിക്കണമെന്ന്. എന്നിട്ട് ആശാൻ എന്തു പറഞ്ഞു? ഞാൻ പറ്റുമെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. ഈ ആശാനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്താ? ആ പോയിന്റിൽ പിടിച്ചങ്ങ് കേറണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പരസ്പര സഹായ സഹകരണ സംഘം എന്നുള്ളത്. പ്രീതിമോളുടെ കാര്യത്തിൽ ആശാൻ സഹായിക്കുമ്പോൾ ശാലിനിയടത്തിയുടെ കാര്യത്തിൽ അർജുൻ അളിയനും സഹായിക്കും. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് ചോദിക്കുകയാണ് കമലൻ. നീ വന്നേന്നും പറഞ്ഞ് കമലനെ ഇങ്ങോട്ട് പോവുകയാണ് വിഷ്ണു. അവിടെ നിന്ന് ഗേറ്റിന് പുറത്തെത്തുമ്പോൾ സ്കൂട്ടർ സ്റ്റാർട്ടാക്കാൻ നോക്കുന്ന ശാലിനിയാണ് വിഷ്ണുവും കമലനും കാണുന്നത്. ഇവള് പോയില്ലേ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ആശാനെ, ഈ കാണുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എന്ത്? ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആവാത്തതിന്റെ കാര്യം? ഇത് കേടായി കാണും, അല്ലാതെന്താ? ഈ ആശാനെ കൊണ്ട് തോറ്റു. ആശാൻ എന്താ ഇങ്ങനെ? കഷ്ടം തന്നെ. ശാലിനി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് പറയുകയാണ്, ദേ ലിറ്ററിന് 117 രൂപ വെച്ച് എണ്ണി കൊടുത്തിട്ടാണ് പെട്രോൾ നിന്റെ വായിലേക്ക് ഒഴിച്ചു തരുന്നത്. 1 കിലോ അരിക്ക് 44 രൂപയുള്ളൂ. എന്നിട്ടും നിന്നെയും ഒക്കെ ചുമന്ന് നടക്കണമെങ്കിൽ അതിന്റെ ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? കേട്ടല്ലോ, മര്യാദയ്ക്ക് സ്റ്റാർട്ട് ആയിക്കോ, അല്ലെങ്കിൽ വീണ്ടും ചവിട്ട് കിട്ടും എന്റെന്നും പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ആകാൻ നോക്കുകയാണ് ശാലിനി. അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു. കമലൻ ചോദിക്കുകയാണ്, അല്ല ആശാനെ ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? ഈ പ്രകടനം കണ്ടിട്ട് പണ്ട് ശകുന്തളക്കാട്ടിൽ ദർഭമുന കൊണ്ടു എന്ന നാട്യത്തിൽ ദുഷ്യന്തനെ കാണാൻ നിന്നത് ഓർമ്മ വരുന്നുണ്ടോ? ചോദിക്കുകയാണ്, ദർഭമുനമോ? അതെന്താ? എന്ന് തലയിൽ കൈവച്ച് കമലൻ പറയാണ്, ഏട്ടത്തി ആശാനെ കാണാൻ നിൽക്കുവാണെന്ന്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.